Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Morning. എല്ലാരും ചായയൊക്കെ കുടിച്ചോ? രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞോ എല്ലാവരുടെയും? Breakfast എല്ലാം കഴിഞ്ഞു. എന്താണ് കഴിഞ്ഞോ? Yes, കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ശരി കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ വായിച്ചൊക്കെ നോക്കിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. 2 ദിവസത്തെ അവധി ഉണ്ടായപ്പോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചെങ്കിൽ വായിച്ചു നോക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കണം കേട്ടോ. മ്യൂട്ട് ചെയ്യണേ. ഓക്കെ സുഷ വായിച്ചു നോക്കി അല്ലേ? വലിയ കുഴപ്പമില്ലാത്ത ചാപ്റ്റർ ആണ് കേട്ടോ. ഒരേ കാര്യങ്ങളൊക്കെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ജസ്റ്റ് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. തുടങ്ങി നമ്മൾ എന്തൊക്കെ പഠിച്ചു ഇതിനകത്ത്? എന്നാലും വിഷമമുണ്ട്. ഓക്കെ. കുഴപ്പമില്ല. എന്നാലും നമ്മള് മറ്റേ NABH അക്രഡിറ്റേഷൻ ഒക്കെ പഠിച്ച ചാപ്റ്ററിനെ ഇല്ല ജലദോഷമൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ എന്താണ് നമ്മള് റോൾസുകൾ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം. അതുപോലെ തന്നെ സ്കിൽസുകൾ അല്ലെ, നമുക്ക് എന്തൊക്കെ സ്കില്ലുകളാണ് ആ ഒരു പൊസിഷന് വേണ്ടത് എന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു. പിന്നെ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിരുന്നു അല്ലെ. പിന്നെ പ്രധാനപ്പെട്ട അതിന്റെ എന്താണ് ഫങ്ഷൻസ് അല്ലെ, അത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഒരു മിനിറ്റ് കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ജോബ്സുകളെ കുറിച്ചാണ് കണ്ടത് അല്ലെ. അതായത് നമ്മൾ ഹോസ്പിറ്റൽ കൂടാതെ മറ്റേതൊക്കെ സിസ്റ്റത്തിൽ അവർക്ക് വർക്ക് ചെയ്യാം, എവിടെയൊക്കെ വർക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിനകത്ത് 4 പോയിന്റുകൾ എന്താണ്, ഹോസ്പൈസസ് വരെയാണ് പറഞ്ഞു നിർത്തിയെന്നാണ് എന്റെ ഓർമ്മ അല്ലെ. ഹോസ്പൈസസ് വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്തേ. ഓക്കെ. അപ്പൊ ആദ്യത്തെ നമ്മൾ പറഞ്ഞു റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ് ആണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പുനരധിവാസം അല്ലെ. ഈ പറയുന്ന പോലെ ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വന്നിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യണം, നമുക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്ത് കൊണ്ടുവരണം അല്ലെ. അവരുടെ ജീവിത നിലവാരം നമുക്ക് മെച്ചപ്പെടുത്തണം എന്ന് പറയുമ്പോൾ അവർക്ക് ഇപ്പൊ ഫിസിയോതെറാപ്പി കൊടുക്കാം, ഒക്യുപേഷണൽ തെറാപ്പി കൊടുക്കാം, അതുപോലെ തന്നെ സ്പീച്ച് തെറാപ്പി, അങ്ങനെയുള്ള അതൊക്കെ എന്താണ് റീഹാബിലിറ്റേഷൻ സർവീസസുകളാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങളിൽ ആർക്ക് വർക്ക് ചെയ്യാമെന്നാണ് പറയുന്നത്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് വർക്ക് ചെയ്യാം. ഓക്കെ. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് ആംബുലേറ്ററി കെയർ സെന്റേഴ്സ് ആണ്. ആംബുലേറ്ററി കെയർ സെന്റർ അതായത് ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിൽ ഒരു രോഗികളെ എന്താണ് സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അവരെ പരിചരിക്കുന്ന സംവിധാനത്തിനെയാണ് നമ്മൾ ആംബുലേറ്ററി കെയർ സെന്റർ എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്.
ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ശരി, നമുക്ക് തുടങ്ങാം. ഓക്കെ, അത് നെറ്റ് വർക്കിന്റെ ഒരു പ്രശ്നം വന്നതാണ് കേട്ടോ. അവിടുത്തെ മൈക്കും വീഡിയോ വർക്ക് ആവുന്നുണ്ടാവില്ല, വർക്ക് ചെയ്യണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പം അവർക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ഓക്കെ, അപ്പൊ നമ്മള് ആംബുലേറ്ററി കെയർ സെന്റർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ പറഞ്ഞത് ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ് ആണ്. എന്ന് പറയുമ്പോൾ രണ്ടോ അതിലധികമോ ഡോക്ടേഴ്സ് സംഘടിതമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് രോഗികൾക്ക് ആരോഗ്യ സംരക്ഷണ സേവനങ്ങൾ കൊടുക്കുന്ന ഒരു സംവിധാനമാണിത് ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ്. ഗ്രൂപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, അതായത് രണ്ടോ അതിലധികമോ ഡോക്ടേഴ്സ് എന്ത് ചെയ്യാണ്, സംഘടിതമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് രോഗികൾക്ക് എന്ത് കൊടുക്കാണ്, ആരോഗ്യ സംരക്ഷണ സേവനങ്ങൾ കൊടുക്കാണ്. ഓക്കെ, അത്തരത്തിലുള്ള സംവിധാനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഹോസ്പൈസസ് അല്ലെ. ഹോസ്പൈസസ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹോസ്പിറ്റലിൽ തന്നെയാണ്, നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു അല്ലെ. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഹോസ്പൈസസ് എന്ന് പറയുമ്പോൾ പേഷ്യൻസിന് അവരുടെ അവസാന നാളുകളിൽ കേട്ടോ, അവരുടെ അവസാന നാളുകളിൽ പിന്തുണ നൽകുന്ന ഒരു സംവിധാനമാണ് ഇതെന്ന് പറയുന്നത് ഹോസ്പൈസസ് എന്ന് പറയുന്നത്. മനസ്സിലായി? അവർക്ക് പിന്തുണ കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് മാനസികമായിട്ടുള്ള പിന്തുണ കൊടുക്കുക, അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള പിന്തുണ കൊടുക്കുക, ശാരീരികമായിട്ടുള്ള പിന്തുണ കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോസ്പൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. നെക്സ്റ്റ് പോയിന്റ് ഇതാണ്, ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റീസ്. എന്താണ് ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ? ഔട്ട് പേഷ്യന്റ് കെയർ അവിടെ കൊടുക്കുന്നുണ്ട് അല്ലെ. അതായത് രോഗികൾക്ക് എന്താണ്, ആശുപത്രിയിൽ പോകാതെ തന്നെ ചികിത്സ ലഭ്യമാക്കുന്ന ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. പറഞ്ഞ് മനസ്സിലായോ? അതായത് രോഗികൾക്ക് ആശുപത്രിയിൽ പോകാതെ തന്നെ, അവർക്ക് ആശുപത്രിയിൽ പോകാതെ തന്നെ എന്താണ്, അവർക്ക് വേണ്ട ചികിത്സയും മറ്റു ആരോഗ്യ സംരക്ഷണ സേവനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ എന്ന് പറയുമ്പോൾ അതെന്താവാം, ആശുപത്രി ആവണമെന്നില്ല. ചിലപ്പോ ഈ പറയുന്ന ഡോക്ടർമാരുടെ ഓഫീസ് ആവാം അല്ലെ, ഫിസിഷ്യൻ ഓഫീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ആംബുലേറ്ററി കെയർ സെന്ററുകളായിരിക്കാം, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് സെന്ററുകളായിരിക്കാം. ഇവിടെയൊക്കെ എന്താണ്, ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റീസ് ഒരുക്കുന്നുണ്ട്. ചില ഡയഗ്നോസ്റ്റിക്സ് ടെസ്റ്റ് സെന്ററുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് ഡയഗ്നോസിസും ചെയ്യാം, അവിടെ തന്നെ എന്തുണ്ടായിരിക്കും, ഡോക്ടർ ഉണ്ടായിരിക്കും. അത് തന്നെ നമുക്ക് ഡയഗ്നോസ് ചെയ്തിട്ട് കൃത്യമായിട്ട് അതൊക്കെ എടുത്തിട്ട് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡോക്ടറുടെ നിർദ്ദേശം, അവരുടെ ഗൈഡൻസ് നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ക്ലിയർ ആവുന്നില്ലേ നിങ്ങൾക്ക്? എന്തെങ്കിലും ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ പറയാൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, ഫിസിഷ്യൻ ഓഫീസസ് കേട്ടോ. ഫിസിഷ്യൻ ഓഫീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡോക്ടർമാരുടെ സ്വകാര്യ ഓഫീസുകളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫിസിഷ്യൻ ഓഫീസസ് എന്ന്. ഫിസിഷ്യൻ എന്ന് പറയുമ്പോൾ ഡോക്ടറാണെന്ന് നമുക്കറിയാം. അപ്പൊ ഡോക്ടർമാരുടെ സ്വകാര്യ ഓഫീസുകളെയാണ് നമ്മൾ ഫിസിഷ്യൻ ഓഫീസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം ഓഫീസുകളിൽ എന്താണ്, ഡോക്ടർമാർക്ക് രോഗികളെ കണ്ടുമുട്ടാം, അവർക്ക് ആവശ്യമായിട്ടുള്ള ആരോഗ്യ എന്താ പറയാ, അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ടും സാധിക്കും. അതാണ് എന്ത്, ഫിസിഷ്യൻ ഓഫീസസ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? പക്ഷെ അവിടെ കൊടുക്കുന്ന സേവനങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള സേവനങ്ങൾ മാത്രമേ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ, പ്രാഥമികമായിട്ടുള്ള ആരോഗ്യ സേവനങ്ങൾ മാത്രമേ അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കൂ. പറഞ്ഞ് മനസ്സിലായോ? അതായത് ഡോക്ടർമാരുടെ ഓഫീസ് തന്നെയാണ്, അവരുടെ സ്വകാര്യ ഓഫീസാണ്. അപ്പൊ അവിടെ ഡോക്ടേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, രോഗികളെ കണ്ടുമുട്ടാൻ പറ്റും, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ മറ്റുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, പ്രാഥമികമായിട്ടുള്ള ആരോഗ്യ സംരക്ഷണ സേവനങ്ങളാണ് നമുക്ക് എവിടെ കൊടുക്കാനായിട്ട് സാധിക്കുക, ഫിസിഷ്യൻ ഓഫീസുകളിൽ കൊടുക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തതാണ് എന്ത്, റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസ്. എന്താണ് റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസ്? ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ. റെസിഡൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്,
താമസിക്കുന്ന സ്ഥലമാണ് അല്ലെ. അതായത് ഇപ്പോൾ ആവശ്യമുള്ള രോഗികൾക്ക് ദീർഘകാല പരിചരണം ട്രീറ്റ്മെന്റ് ഒക്കെ നൽകുന്ന ഒരു സംവിധാനമാണിത്. റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റി, റെസിഡന്റ് ആണ് അല്ലെ, അവിടെ ഒത്തിരി നാളുകളോളം സ്റ്റേ ചെയ്തിട്ട് അവർക്ക് എന്ത് വേണം, ട്രീറ്റ്മെന്റ് മറ്റ് ആരോഗ്യ സംരക്ഷണ സേവനങ്ങളൊക്കെ കൊടുക്കുന്ന സംവിധാനമാണ്. എക്സാമ്പിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയും, ഇപ്പൊ ജെറിയാട്രിക് കെയർ സെന്ററുകളൊക്കെ പറയാം അല്ലെ. വയസ്സായ ആളുകളാണ്, അവർക്ക് കുറെ കാലങ്ങളോളം ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, അതന്നെ അതിന് കറക്റ്റ് ആണ് കേട്ടോ. ലോങ് ടേം ട്രീറ്റ്മെന്റിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്ന് പറയുമ്പോൾ പേഴ്സണൽ കെയർ കൊടുക്കും, പേഷ്യൻസിന് പേഴ്സണൽ കെയർ കൊടുക്കും. അതുപോലെ തന്നെ എന്താണ്, അവർക്ക് മരുന്ന് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സുകൾ വാഷ് ചെയ്യുക, അവരെ ടോയ്ലറ്റിൽ കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുക, അവർക്ക് വേണ്ട മരുന്നുകൾ കൊടുക്കുക, അങ്ങനെയുള്ള എല്ലാ സംവിധാനവും. കാര്യം അവരൊരു റെസിഡന്റ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ കൊടുക്കുന്ന സ്ഥലമാണിത്, റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസ് കേട്ടോ. ഓക്കെ ആണല്ല. എന്താണ് ആയുർവേദ, ഓക്കെ, ആയുർവേദ ട്രീറ്റ്മെന്റുകളൊക്കെ അതിനകത്ത് വരും കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിപ്പോ കുറെ കാലത്തോളം എന്ത് വേണം, ട്രീറ്റ്മെന്റ് എടുക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അടുത്തതാണ് എന്ത്, ഹോം ഹെൽത്ത് കെയർ. ആ പേരിൽ തന്നെ എന്തുണ്ട്, ഹോം ഉണ്ട് അല്ലെ. ഹോം ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ ഓക്കെ ചെയ്യാം, ശരിയാണ് കേട്ടോ. പിന്നെ വരുന്നതാണ് ഹോം ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് എന്താണ്, വീട്ടില് അല്ലെ. അതായത് ഈ പറയുന്ന ചിലപ്പോൾ ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും, അതായത് തീരെ കിടപ്പിലായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും. അവരെ സംബന്ധിച്ച് അവർക്ക് നമുക്ക് വേറെ ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്യാനോ ട്രാൻസ്പോർട്ട് ചെയ്യാനോ സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അവർക്ക് വീട്ടിലെത്തിയിട്ട് അവർക്ക് വീട്ടിൽ ചെയ്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ആരോഗ്യ സംരക്ഷണ സേവനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സംവിധാനമാണിത് ഹോം ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ കെയർ ആയിരിക്കാം, ഈ പറയുന്ന ഹോം നഴ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. നഴ്സിംഗ് സേവനങ്ങളായിരിക്കാം, ഫിസിയോതെറാപ്പി സേവനങ്ങളായിരിക്കാം, ഇതൊക്കെ എവിടെ കൊടുക്കുന്നുണ്ട്, ഹോം ഹെൽത്ത് കെയറിനകത്ത് കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. പിന്നെ എന്താണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ്, മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻസ്. എന്താണ് മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞാല് ഹെൽത്ത് പ്ലാനുകളാണ്, ഇൻഷുറൻസ് ഒക്കെ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹെൽത്ത് പ്ലാനുകളായിരിക്കാം, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ കമ്പനികളായിരിക്കാം. അവരുടെ പ്രത്യേകത എന്താണ്, ഏറ്റവും ഹൈ ക്വാളിറ്റി കെയർ കൊടുക്കുക, ഇങ്ങനെ ലോ കോസ്റ്റിന്, അതായത് ഏറ്റവും കുറഞ്ഞ ചെലവില് ഹൈ ക്വാളിറ്റി കെയർ കൊടുക്കുന്ന അത്തരം പ്ലാനുകൾ, അല്ലെങ്കിൽ അത്തരം എന്താ പറയുക കമ്പനികൾ, ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെയൊക്കെ ആർക്ക് വർക്ക് ചെയ്യാമെന്നാണ് പറയുന്നത്, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് വർക്ക് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഏതൊക്കെ സ്ഥലങ്ങളാണ് നമ്മൾ പറഞ്ഞത്, റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ്, ആംബുലേറ്ററി കെയർ സെന്റേഴ്സ്, ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ്, ഹോസ്പിറ്റൽസ്, ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റീസ്, ഫിസിഷ്യൻ ഓഫീസസ്, റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസ്, ഹോം ഹെൽത്ത് കെയർ ആൻഡ് മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻസ്. ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞത്? ഓക്കെ ആണോ? ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വർക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇനി അടുത്ത ഭാഗം ഒന്ന് ജസ്റ്റ് നമുക്ക് വായിക്കാം. ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് at larger facilities may work in specific clinical areas like cardiology, surgery, അതുപോലെ തന്നെ ന്യൂറോളജി, ഒബ്സ്ട്രക്റ്റിക്സ് ആൻഡ് നെഫ്രോളജി. അപ്പൊ നമ്മൾ തുടക്കം തന്നെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു അല്ലെ. അതായത് ഓരോ ഓർഗനൈസേഷന്റെയും സൈസിനും കോംപ്ലക്സിറ്റിക്കും അനുസരിച്ചിട്ട് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർമാരുടെ വർക്കിലും എന്തുണ്ടായിരിക്കും, ഡിഫറൻസ് ഉണ്ടായിരിക്കും അല്ലെ, വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ വലിയ ഹോസ്പിറ്റൽ ആണെന്ന് വിചാരിക്കാം, ലാർജർ ഫെസിലിറ്റീസ്, വലിയ വലിയ സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും ആവശ്യം വരും, അഡ്മിനിസ്ട്രേറ്റർമാർ ആവശ്യം വരും. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസ് ലൈക്ക് കാർഡിയോളജി, സർജറി, ന്യൂറോളജി, ഒബ്സ്ട്രക്ട്, അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെന്റ്സിലും ആവശ്യം വരും, നമുക്ക് അഡ്മിനിസ്ട്രേറ്റർമാരെ ആവശ്യമായിട്ട് വരും. കാര്യം വലിയ ഹോസ്പിറ്റലാണ്, വലിയ വലിയ സൗകര്യങ്ങളുണ്ട്, ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതേസമയം the hospital administrators at smaller facilities may supervise different departments like finance, education, research and personnel. അതേസമയം ചെറിയ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റൽ ആണെന്ന് വിചാരിക്കും, ചെറിയ ഹോസ്പിറ്റൽ ആണെന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെയുള്ളവരെന്ന് പറയുമ്പോൾ ഫിനാൻസ്, അല്ലെങ്കിൽ അതിന്റെ എഡ്യൂക്കേഷൻ, റിസർച്ച്, എല്ലാ മേഖലകളും ചിലപ്പോൾ കൈകാര്യം ചെയ്യാനായിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ആവശ്യം വരും.
അപ്പൊ നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് ഇത്രയുള്ളൂ. തുടക്കം നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഓരോ ഓർഗനൈസേഷന്റെ സൈസിനെയും കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ച് അഡ്മിനിസ്ട്രേറ്റർമാരുടെ ജോലിയിൽ എന്തുണ്ടായിരിക്കും, വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയാണ് അതിനകത്ത് പറയുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എവിടെയൊക്കെ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വർക്ക് ചെയ്യാം, ഏതൊക്കെ ഫെസിലിറ്റീസിൽ അവർക്ക് വർക്ക് ചെയ്യാം എന്നതിന്റെ ഒരു ലിസ്റ്റ് ആണ് നമ്മൾ അവിടെ കണ്ടത്. ഓക്കെ, ഇനി നോക്കാം. Just a few of the titles the hospital administrators may possess include. എന്താണ് പറയുന്നത്? അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് പൊസസ് ചെയ്യുന്ന വിവിധ പൊസസ് ചെയ്യാൻ സാധിക്കുന്ന വിവിധ പൊസിഷൻസുകൾ ഏതൊക്കെയാണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെ നിങ്ങൾക്ക് ആവാൻ പറ്റുന്ന പൊസിഷൻസ് ആണ്. അതെന്ന് പറയുമ്പോൾ ആദ്യം ചിലപ്പോൾ നിങ്ങൾ കയറുമ്പോൾ ഒരു ട്രെയിനിയെ പോലെ ആയിരിക്കും നിങ്ങൾ കയറുന്നുണ്ടാവുക. പിന്നെ അവിടെ നിന്ന് നിങ്ങളുടെ സ്കില്ല്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ്, അതിനൊക്കെ അനുസരിച്ച് പ്രൊമോഷൻ കിട്ടി നിങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പൊസിഷൻ വരെ എത്താം. അപ്പൊ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റർക്ക് പൊസസ് ചെയ്യാൻ സാധിക്കുന്ന വിവിധ പൊസിഷൻസുകൾ എന്തൊക്കെയാണ്? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഒരുപാട് പൊസിഷൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കില്ല്, അതുപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ്, അതിനനുസരിച്ചിട്ട് പ്രൊമോഷൻ കിട്ടിയാണ് നമ്മൾ ഓരോ പൊസിഷൻസിലേക്കും എത്തുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ റോൾസ്, ഏതൊക്കെ പൊസിഷൻസ് ആണെന്ന് നോക്കി. ഒന്നാമത്തെ പറയുന്നത് പ്രസിഡന്റ് ഓർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഥവാ സിഇഒ എന്ന് പറയുന്നത് അല്ലെ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അതിന്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. സിഇഒ എന്ന് പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ്. ഇനി വേറൊരു സിഇഒ ഉണ്ട് കേട്ടോ, ചീഫ് എമർജൻസി ഓഫീസർ എന്ന് പറഞ്ഞിട്ട് വേറൊരു വിഭാഗമുണ്ട്. അത് എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ അവിടെ എന്താണ് സിഇഒ എന്ന് പറഞ്ഞാല് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അവരെന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും ടോപ്പ് അഡ്മിനിസ്ട്രേറ്റർ ആണ്, ഏറ്റവും ടോപ്പിലിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ ആണ്. ആൻഡ് ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ എവരിതിങ് ഇൻ ദാറ്റ് ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനിലെ എല്ലാത്തിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ പ്ലാനിങ്, ബഡ്ജറ്റിങ്, പിന്നെ പറയുന്ന അവിടുത്തെ ലോസ് ആൻഡ് റെഗുലേഷൻസ്, ഫിനാൻസ് എന്ന് വേണ്ട ആ ഒരു ഓർഗനൈസേഷന്റെ എല്ലാ കാര്യങ്ങളുടെ മേൽനോട്ട് ചുമതല ആർക്കാണ്? സിഇഒക്കാണ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അദ്ദേഹം ഒരു ടോപ്പ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. അപ്പൊ ആ ഒരു പൊസിഷൻ വരെ എത്താം എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ എന്താണ്? ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, COO. എന്താണ്? ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ. അതെന്താണ്? അതും ഈ പറയുന്ന പോലെ അഡ്മിനിസ്ട്രേറ്റർ ജോലി തന്നെയാണ്. അവിടെ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ഹോസ്പിറ്റലിലെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് കേട്ടോ, ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കുന്ന ഒരു പൊസിഷനാണ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അഥവാ COO എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? CFO എന്ന് പറഞ്ഞ എന്താണ്? ചീഫ് ഫിനാൻസ് ഓഫീസർ ആണ്. പേരിൽ തന്നെ ഫിനാൻസ് ഉണ്ട് അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഓർഗനൈസേഷന്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, അവിടുത്തെ ബജറ്റ് തയ്യാറാക്കുക, അല്ലെങ്കിൽ അവിടുത്തെ എന്താ പറയാ ഈ പറയുന്ന ഫിനാൻസ് റിപ്പോർട്ടുകൾ, ഇപ്പൊ വരുമാന റിപ്പോർട്ടുകൾ, ചെലവ് റിപ്പോർട്ടുകൾ, ലാഭനഷ്ട റിപ്പോർട്ടുകൾ അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിച്ച് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി മാനേജ്മെന്റിനൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് CFO എന്ന് പറയുന്നത്. എന്താണ് സുഷ? ഒന്നുകൂടി പറയണം, ക്ലിയർ ആയില്ലേ? CFO ആണോ ക്ലിയർ ആവാത്തത്? ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആണ് കേട്ടോ. ഫിനാൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാം എന്തൊക്കെയായിരിക്കും. ആ ഒരു ഓർഗനൈസേഷന്റെ ഇപ്പൊ എന്താ ഹോസ്പിറ്റൽ ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ബജറ്റുകൾ തയ്യാറാക്കുക അല്ലെ, അവിടുത്തെ വരുമാന ചെലവുകൾ അല്ലെ, വരുമാന റിപ്പോർട്ടുകൾ, ചെലവ് റിപ്പോർട്ടുകൾ അല്ലെ, അങ്ങനെ ലാഭനഷ്ട റിപ്പോർട്ടുകൾ, ഇതൊക്കെ കൃത്യമായിട്ട് മേൽനോട്ടം വഹിച്ച് അത്തരം റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കിയിട്ട് മാനേജ്മെന്റിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തിയാണ് ആര്? CFO അഥവാ ചീഫ് ഫിനാൻസ് ഓഫീസർ എന്ന് പറയുന്നത്. ഈ ഒരു പൊസിഷനൊക്കെ നിങ്ങൾക്ക് വഹിക്കാം എന്നാണ് പറഞ്ഞത്. അത് നിങ്ങളുടെ സ്കില്ലിനെയും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻസിനെ അനുസരിച്ചിരിക്കും. ഓക്കെ, പിന്നെ എന്താണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, ഓഫ് കോഴ്സ് നമ്മളിപ്പോ പഠിക്കുന്നതാണ്. പിന്നെ അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ഇതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി എന്തൊക്കെ പൊസിഷൻസുകൾ നിങ്ങൾക്ക് പൊസസ് ചെയ്യാം എന്നാണ് പറയുന്നത്. അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ട്, ഡയറക്ടർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ, ഹ്യൂമൻ റിസോഴ്സിന്റെ ഡയറക്ടർ ആയിട്ട്, റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ് എന്ന് തന്നെയാണ് ഒരു തരത്തിൽ ഹ്യൂമൻ റിസോഴ്സ് കേട്ടോ, റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ്. പിന്നെന്താണ്? വൈസ് പ്രസിഡന്റ് ഓഫ് ക്വാളിറ്റി അല്ലെ, വൈസ് പ്രസിഡന്റ് ഓഫ് ക്വാളിറ്റി, ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് അഡ്മിനിസ്ട്രേറ്റർ,
കംപ്ലൈൻസ് എഡ്യൂക്കേറ്റർ. എന്താണ് കംപ്ലൈൻസ് എഡ്യൂക്കേറ്റർ? ഞാൻ പറഞ്ഞു ഈ കംപ്ലൈൻസിന്റെ മീനിങ് എന്താണ്? പാലിക്കുക എന്നാണ് കേട്ടോ. ഈ കംപ്ലൈൻസിന്റെ മീനിങ് എന്താണ്? പാലിക്കുക എന്നാണ്. അതായത് ആ ഒരു ഹോസ്പിറ്റല് കൃത്യമായിട്ട് എല്ലാ ലോസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചുകൊണ്ടാണോ പ്രവർത്തിക്കുന്നത്. അപ്പൊ അങ്ങനെ ലോസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ച് അവിടുത്തെ ജീവനക്കാർക്ക് എന്തുണ്ടായിരിക്കണം? അറിവുണ്ടായിരിക്കണം. എന്നാലല്ലേ അവർ അതിനനുസരിച്ച് പ്രവർത്തിക്കുള്ളൂ. അപ്പൊ ജീവനക്കാർക്ക് അതിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുക, അല്ലെ? അവർക്ക് അതിന് വേണ്ട അവബോധം കൊടുക്കുക. അതൊക്കെ ചെയ്യുന്നത് ആരായിരിക്കും? ഒരു കംപ്ലൈൻസ് എഡ്യൂക്കേറ്റർ ആയിരിക്കും. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ പാലിക്കുക എന്നുള്ളതാണ്. അതായത് ആ ഒരു ഹോസ്പിറ്റലിന്റെ എന്താണ് ലോസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് വേണം അവിടുത്തെ ഓരോ ജീവനക്കാരനും പ്രവർത്തിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ജീവനക്കാർക്ക് അതിനുള്ള അറിവ് ഉണ്ടാക്കി കൊടുക്കുക, അവരതിനെ കുറിച്ച് അവെയർ ആക്കി കൊടുക്കുക, അതിനുവേണ്ടി ട്രെയിനിങ്ങുകൾ കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു പൊസിഷനാണ് ഇത് കംപ്ലൈൻസ് എഡ്യൂക്കേറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെന്താണ്? ഡയറക്ടർ ഓഫ് നഴ്സിംഗ് ആണ് കേട്ടോ. ഡയറക്ടർ ഓഫ് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ നഴ്സിംഗ് വിഭാഗത്തിന്റെ ഒരു ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുക. ഡയറക്ടർ ഓഫ് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നഴ്സിംഗ് പഠിച്ച ആള് തന്നെ വേണമെന്ന്. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നഴ്സിംഗ് വിഭാഗം ഉണ്ടല്ലോ, നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അതിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു അതിന്റെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഡയറക്ടർ ആയിട്ടുള്ള പൊസിഷൻ, അതാണ് ഡയറക്ടർ ഓഫ് നഴ്സിംഗ്. പിന്നെന്താണ്? ഡയറക്ടർ ഓഫ് ക്ലിനിക്കൽ ഓപ്പറേഷൻസ് കേട്ടോ, അറിയാലോ. അതായത് ഹോസ്പിറ്റലിൽ നടക്കുന്ന ക്ലിനിക്കൽ ഓപ്പറേഷൻസിന്റെ ഡയറക്ടറായിട്ട്. അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഫിനാൻസ്, ഫിനാൻസിന്റെ ഈ പറയുന്ന അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. പിന്നെ ഇത് രണ്ടെണ്ണമാണ് കേട്ടോ, ഇത് രണ്ടെണ്ണാണ്, അറിയാതെ ഒരുപോലെ വന്നതാണ്. എന്താണ്? ഡയറക്ടർ ഓഫ് പോപ്പുലേഷൻ ഹെൽത്ത് അല്ലെങ്കിൽ പോപ്പുലേഷൻ എന്താ പറയാ, ഹെൽത്ത് പോപ്പുലേഷൻ ഡയറക്ടർ എന്ന് പറയാം കേട്ടോ. ഹെൽത്ത് പോപ്പുലേഷൻ ഡയറക്ടർ ആണ്. അതായത് ഈ പറയുന്ന പോലെ എന്താണ്, ഒരു കൂട്ടം ആളുകൾക്ക് അല്ലെ, ഒരു കൂട്ടം രോഗികൾക്ക് കൃത്യമായിട്ടുള്ള സേവനങ്ങൾ, മെച്ചപ്പെട്ട സേവനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലൊക്കെ എന്താ പറയുക സൂപ്പർവൈസ് ചെയ്യുന്ന വ്യക്തിയാണ് കേട്ടോ ഡയറക്ടർ അഥവാ ഹെൽത്ത് പോപ്പുലേഷൻ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഡയറക്ടർ ഓഫ് പേഷ്യന്റ് കെയർ സർവീസസ് അല്ലെ, പേഷ്യന്റ് കെയർ സർവീസസിന്റെ ഡയറക്ടർ. ഇതൊക്കെ എന്താണ്? ഓരോരോ പൊസിഷൻസുകളാണ്. ഇതൊക്കെ ആർക്ക് വഹിക്കാം? അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ചെന്നെത്താൻ പറ്റുന്ന കുറെ പൊസിഷൻസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങളുടെ സ്കില്ല് ക്വാളിഫിക്കേഷൻ ഇതിനനുസരിച്ച് കൊണ്ട് ഇങ്ങനെ പ്രൊമോഷൻ കിട്ടി നമുക്ക് എന്തുവരെ ആകാം? സിഇഒ വരെ ആകാനുള്ള സിഇഒ വരെ ആകാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഫ്യൂ ടൈറ്റിൽസ് ഹോസ്പിറ്റൽ, ഫ്യൂ ഓഫ് ദ ടൈറ്റിൽസ് ദാറ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ക്യാൻ പോസസ്. ഓക്കെ, ഇതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. എന്തൊക്കെ പൊസിഷൻസുകൾ അവർക്ക് വഹിക്കാം എന്നാണ് അവിടെ പറയുന്നത്. ക്ലിയർ ആണല്ലോ? ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. അടുത്തതാണ്, അപ്പൊ അതിന്റെ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരിക, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് പൊസസ് ചെയ്യാവുന്ന എന്താ പറയാ റോളുകൾ അല്ലെങ്കിൽ അവർക്ക് പൊസസ് ചെയ്യാവുന്ന പൊസിഷൻസുകൾ ഏതൊക്കെയാണ്, താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്, അതിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അടുത്തതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് തന്നെയല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയാം, അതെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നൊക്കെ പറഞ്ഞു പഠിച്ചില്ലേ? അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഫങ്ഷൻസ് ആയിട്ട് അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഫങ്ഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഒന്നാമത്തെ എന്താണ് പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻസ്. എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് ചെയ്യാനായിട്ട് ഉണ്ടാവുക? ഒന്നാമത് പറയുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻസ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻസ്? HR ഫങ്ഷൻസ് അല്ലെ. നമ്മൾ ഓൾറെഡി എന്താണ് ഡിപ്പാർട്ട്മെന്റ് പഠിച്ച ആൾക്കാരാണ്. അതിനകത്ത് HR ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. എന്ന് പറഞ്ഞാല് ഏതൊരു HR ഡിപ്പാർട്ട്മെന്റിന്റെയും അൾട്ടിമേറ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഓർഗനൈസേഷന്റെ എന്താണ് പ്രൊഡക്ടിവിറ്റി മാക്സിമൈസ് ചെയ്യുക അല്ലെ. പ്രൊഡക്ടിവിറ്റി മാക്സിമൈസ് ചെയ്യുക അല്ലെങ്കിൽ അവിടുത്തെ എന്താണ് ജീവനക്കാരുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക. ഇതൊക്കെയാണ് ഏതൊരു HR ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽ ആയിക്കോട്ടെ മറ്റേത് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ പ്രൊഡക്ടിവിറ്റി മാക്സിമൈസ് ചെയ്യുക അല്ലെങ്കിൽ അവിടുത്തെ എന്താ പറയുക ജീവനക്കാരുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്.
അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻസിൽ എന്തൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരിക്കും? ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുക, അല്ലെ? റിക്രൂട്ട് ചെയ്യുക, അവരെ തെരഞ്ഞെടുക്കുക, അല്ലെ? അവരെ ഹയർ ചെയ്യുക, അവരെ സെലക്ട് ചെയ്യുക. അത് മാത്രമാണോ? അല്ല, അവർ സെലക്ട് ചെയ്താൽ മാത്രം പോരാ, അല്ലെ? അവർക്ക് വേണ്ടി ട്രെയിനിങ്ങുകൾ കൊടുക്കുക, അല്ലെ? ഓൺ ബോർഡ് ട്രെയിനിങ്ങുകൾ കൊടുക്കുക. അതുപോലെ തന്നെ എന്താണ് അവർക്ക് വേണ്ട ബെനിഫിറ്റ്സുകള്, കോമ്പൻസേഷൻസ് ഒക്കെ കൊടുക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ? ബെനിഫിറ്റ്സ്, കോമ്പൻസേഷൻസ് കൊടുക്കുക, അവർക്ക് നല്ല തൊഴിൽ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ അവരുടെ പെർഫോമൻസിന് കൃത്യമായിട്ട് എന്താ പറയാ വിലയിരുത്തുക. അതെ, എന്താണ് സാധ്യത? അലവൻസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ പേഷ്യൻസിന്റെ പെർഫോമൻസ്, അല്ലെ? അവരുടെ പെർഫോമൻസിന്, അവരുടെ പ്രകടനത്തിന് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. അങ്ങനെയുള്ള അതൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ. അലവൻസ്, അല്ലെ? അലവൻസ് എന്ന് ഉദ്ദേശിച്ച അലവൻസ് ആണ് ഉദ്ദേശിച്ചത്, അല്ലെ? ഓക്കെ ഓക്കെ, ശരി. അതായത് ബെനിഫിറ്റ്സുകൾ, കോമ്പൻസേഷൻസ് ഒക്കെ അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് അവിടുത്തെ ജീവനക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻ ആണ് കേട്ടോ. അത്തരം കാര്യങ്ങളൊക്കെ ആർക്ക് ചെയ്യേണ്ടതായിട്ട് വരും? ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ഫംഗ്ഷനിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻ കേട്ടോ. അടുത്തത് എന്താണ്? രണ്ടാമത്തത് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് പബ്ലിക് റിലേഷൻ ഫംഗ്ഷൻസ്, അല്ലെ? അതായത് ഹോസ്പിറ്റൽ ഓപ്പറേഷൻ, ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പങ്കാളികളാവാം. അതുപോലെ തന്നെ എന്താണ്? പബ്ലിക് റിലേഷൻ ഫംഗ്ഷൻസ്. പബ്ലിക് റിലേഷൻ നമ്മൾ പഠിച്ചതാണ്, അല്ലെ? ആ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു റെപ്യൂട്ടേഷൻ നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്യാനായിട്ട്, അല്ലെ? കമ്മ്യൂണിറ്റിയിൽ അതിന്റെ ഒരു വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? പബ്ലിക്കുമായിട്ട് അവിടെ നമുക്ക് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ള പബ്ലിക് റിലേഷൻ ഫംഗ്ഷൻസിൽ, ഹോസ്പിറ്റൽ ആക്ടിവിറ്റീസുകൾ, ഓപ്പറേഷൻസ്, ഇതിലൊക്കെ ആരുടെ ഫംഗ്ഷനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അഡ്മിനിസ്ട്രേറ്ററുടെ ഫംഗ്ഷൻസ് ആണ് കേട്ടോ. മൂന്നാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. അതായത് ഒരു നയങ്ങള്, അല്ലെ? പോളിസികളെല്ലാം തന്നെ ഫോർമുലേറ്റ് ചെയ്യുക, രൂപീകരിക്കുക. അത് മാത്രമല്ല അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നടപ്പിലാക്കണം. അതിപ്പോ ഓരോ ഹോസ്പിറ്റലിനും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും. മനസ്സിലായോ? ഒരു വലിയ ഹോസ്പിറ്റലിലുള്ള പോളിസീസ് ആയിരിക്കില്ല ഒരു ചെറിയ ഹോസ്പിറ്റലിൽ ഉണ്ടാക്കി. എല്ലാവർക്കും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോ ആ ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട നയങ്ങള്, പോളിസികളെല്ലാം തന്നെ രൂപീകരിക്കുക, അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. അതൊക്കെ അദ്ദേഹത്തിന്റെ ഫംഗ്ഷൻ ആണ്. അതുപോലെ തന്നെ എൻഷുവർ ദ കംപ്ലൈൻസ് വിത്ത് ലോസ്, റൂൾസ് എന്നാണ് കേട്ടോ. അത് തെറ്റിയെന്ന് പറഞ്ഞിരിക്കുന്ന വേർഡ് അനൈൻസ് എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. റൂൾസ് എന്നാക്കി കൊടുത്താ. ലോസ്, റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് എത്തിക്സ്. അത് മാത്രമല്ല ആ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ലോസ് ആൻഡ് റെഗുലേഷൻസ്, അല്ലെ? നിയമങ്ങള്, നിയന്ത്രണങ്ങള്, അതുപോലെ മറ്റു പല എത്തിക്സ്, അല്ലെ? എത്തിക്സ് ഉണ്ട്, ഹോസ്പിറ്റൽ എത്തിക്സ് ഒക്കെ കൃത്യമായിട്ട് അവിടെ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക. അതുപോലെ തന്നെ ആക്ട് ആസ് എ ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഒരു ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുക, അല്ലെ? ഒരു ലീഗൽ എന്താ പറയുക, റെപ്രസെന്റേറ്റീവ്, നിയമപരമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ട് അവിടെ പ്രവർത്തിക്കുക എന്നുള്ളതൊക്കെ ആരുടെ ഫംഗ്ഷൻ ആണ്? അഡ്മിനിസ്ട്രേറ്ററുടെ ഫംഗ്ഷൻ ആണ്. തിരിച്ചു നിങ്ങളോട് ചോദിക്കാം, ഒരു ഹോസ്പിറ്റലിന്റെ ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റർമാരാണ് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. എന്താണ് തെറ്റ് പറഞ്ഞത്? ഇവിടെ ലോസ് കഴിഞ്ഞിട്ട് നൈൽസ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. നൈൽസ് വെട്ടിക്കോണാൻ അങ്ങനെ വാക്കില്ല, റൂൾസ് നേരിട്ടാ. റൂൾസ്, RULES, റൂൾസ്, നിയമങ്ങൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ റൂൾസ്. ഇതിനൊരു വാക്കില്ല കേട്ടോ, നൈൽസ് അല്ല. ഓക്കെ, കിട്ടിയില്ല ശരിക്കും എന്നിട്ട് പറഞ്ഞു. പിന്നെന്താണ്? ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഇസ് അക്കൗണ്ടബിൾ to make sure that the hospital is abiding by the government rules. അതെ റൂൾസ് എന്നാക്കിയാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് വെട്ടിക്ക് റൂൾസ് എന്നാക്കുക കേട്ടോ. ഇനി നോക്കുക, the hospital administrator is accountable to make sure that the hospital is abiding by the government rules and whether all the statutory needs are met. അത് മാത്രമല്ല എന്താണ്? ഈ പറയുന്ന ഹോസ്പിറ്റല് എല്ലാ ഗവൺമെന്റ് റൂൾസുകളും പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം. മനസ്സിലായോ? ഒത്തിരി നമ്മളിപ്പോ ലോസ് ആൻഡ് ഇതൊക്കെ പഠിച്ചിരുന്നല്ലോ, എത്തിക്സ് ഒക്കെ പഠിച്ചിരുന്നു. അതിലും പെടാത്ത ഒരുപാട് ഗവൺമെന്റ് റൂളുകൾ ഉണ്ട്. നമ്മളതിൽ പറഞ്ഞിരുന്നു, ഓരോ പ്രാദേശിക റൂളുകൾ ഉണ്ടായിരിക്കും, ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് റൂളുകൾ ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് റൂളുകൾക്കൊക്കെ വിധേയമായിട്ടാണ് ഓരോ ഹോസ്പിറ്റൽസും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഗവൺമെന്റ് റൂളുകൾ
ഇതെല്ലാം കൃത്യമായിട്ട് അവിടെ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്ററുടെ ഫംഗ്ഷൻ ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല, നമുക്കൊരു ഗവൺമെന്റ് റൂൾ പാലിക്കുന്ന ഹോസ്പിറ്റലാണെങ്കിൽ നമുക്ക് അവിടെ സേഫ്റ്റി ഉണ്ട്. ഓക്കെ, പേഷ്യന്റിന്റെ സേഫ്റ്റി എല്ലാം തന്നെ അവിടെ ക്വാളിറ്റി ഒക്കെ നമുക്ക് എന്താണ് എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അതുപോലെ തന്നെ whether all the statutory needs are met. Statutory needs എന്ന് പറഞ്ഞാൽ എന്താണ്, നിയമാനുസൃതമായിട്ടുള്ള എല്ലാ ആവശ്യകതകളും അവിടെ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക. നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ പേഷ്യന്റിന്റെ സേഫ്റ്റി റെഗുലേഷൻസ് ഉണ്ട്, സ്റ്റാഫിംഗ് റെഗുലേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഫിനാൻസ് റെഗുലേഷൻസ് ഉണ്ട്, അങ്ങനെ കുറെ എന്താ പറയാ നിയന്ത്രണങ്ങളുണ്ട്. അപ്പൊ അത്തരം സ്റ്റാറ്റ്യൂട്ടറി നീഡ്സുകൾ എല്ലാം തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവര് ഓരോരുത്തരും പാലിക്കുന്നുണ്ടോ, ആ ഓർഗനൈസേഷൻ പാലിക്കുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പാക്കേണ്ടത് ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ഫംഗ്ഷൻ ആണ്. അതൊന്നും പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിന് എന്ത് കിട്ടില്ല, അക്രഡിറ്റേഷൻ കിട്ടില്ല, ലൈസൻസ് പോലും കിട്ടില്ല. മനസ്സിലായോ? അതിന് പ്രവർത്തിക്കാൻ തന്നെ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് റൂൾസ് റെഗുലേഷൻസിനൊക്കെ വിധേയമായിട്ട് വേണം ഓരോ ഓർഗനൈസേഷനും പ്രവർത്തിക്കാനായിട്ട്. ഓക്കെ, എന്താ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. അടുത്ത പോയിന്റ് ഇതാണ്, has the responsibility to supervise all the activities in the hospital. അതായത് ഹോസ്പിറ്റലിലെ എല്ലാ ആക്ടിവിറ്റീസുകളും പ്രവർത്തനങ്ങളും സൂപ്പർവൈസ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്, അഡ്മിനിസ്ട്രേറ്റർക്കാണുള്ളത്. ഇതെന്നെ ഞാൻ തിരിച്ചും മറിച്ചും പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മിക്കുന്നുണ്ടാവും, ഒരേ പോയിന്റുകൾ തന്നെയാണ് കേട്ടോ പറയുന്നത്. ഇനി നോക്കുക, ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ഓൾ ദ സ്റ്റാഫ്സ് ആർ അവെയർ ഓഫ് ദ ഹോസ്പിറ്റൽസ് മിഷൻ, വിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അത് മാത്രമല്ല, ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫുകളും ആ ഒരു ഹോസ്പിറ്റലിന്റെ മിഷൻ എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണ് അല്ലെ, അവർക്കൊരു വിഷൻ ഉണ്ടായിരിക്കും, വിഷനും മിഷനും ഒക്കെ ഉണ്ടായിരിക്കും, അവർക്കൊരു പൊതുവായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഓരോ സ്റ്റാഫുകളും മനസ്സിലാക്കിയിരിക്കണം. അത് ഉറപ്പാക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്ററുടെ ഫംഗ്ഷനാണ്. അല്ലാണ്ട് വെറുതെ ജീവനക്കാരായിട്ട് അവിടെ പ്രവർത്തിച്ചാൽ മാത്രം പോരാ. ആ ഒരു ഹോസ്പിറ്റലിനൊരു പ്രത്യേകമായിട്ട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, വിഷനുണ്ട്. അതനുസരിച്ച് വേണം അവിടെ ഓരോ സ്റ്റാഫുകളും പ്രവർത്തിക്കാനായിട്ട്. അത് ഉറപ്പാക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്ററുടെ ഫംഗ്ഷനാണ് കേട്ടോ. ഓക്കെ, ഇനി carry out all the management decision in hospital. ഹോസ്പിറ്റലിലെ എല്ലാ എന്താ പറയാ മാനേജ്മെന്റിന്റെ ഡിസിഷൻസ്, മാനേജ്മെന്റിന്റെ തീരുമാനങ്ങളൊക്കെ ആരിലൂടെയാണ് ക്യാരി ചെയ്യപ്പെടുന്നത്, അഡ്മിനിസ്ട്രേറ്റർമാരിലൂടെയാണ് അല്ലെ. അവർക്ക് ഗവേണിംഗ് ബോഡീസ് പല തീരുമാനങ്ങൾ എടുക്കുന്നു, അത് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റർമാരിലൂടെയാണ് ഈ തീരുമാനങ്ങളെല്ലാം തന്നെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് carry out all the management decision in the hospital. ഓക്കെ, അടുത്തത് map out major rules, regulations and procedures and ensure their implementation. എന്താണ് പറയുന്നത്, അതായത് പ്രധാനപ്പെട്ട ചില റൂൾസുകള്, റെഗുലേഷൻസ്, നടപടിക്രമങ്ങള് അവയെല്ലാം തന്നെ മാപ്പ് ഔട്ട് ചെയ്യാം. മാപ്പ് ഔട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, കൃത്യമായിട്ട് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ട് ആസൂത്രണം ചെയ്യാം. അതെല്ലാം തന്നെ എന്താ പറയാ ആസൂത്രണം ചെയ്താൽ മാത്രം പോരാ, അത് ഇംപ്ലിമെന്റേഷൻ അല്ലെ, കൃത്യമായിട്ട് എന്തും ചെയ്യുന്നത് നടപ്പിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പേഷ്യന്റ് കെയർ റെഗുലേഷൻസ് ഉണ്ട്, അതായത് പേഷ്യന്റിന്റെ ബിൽ ഓഫ് റൈറ്റ്സ് അല്ലെ, അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുക, അതുപോലെ അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി, അവരുടെ സ്വകാര്യതയൊക്കെ സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം അവിടുത്തെ, അങ്ങനെയാണ് അവിടുത്തെ റെഗുലേഷൻസ്. അത് പേഷ്യന്റ് കെയർ റെഗുലേഷൻസ് ഉണ്ട്, അതുപോലെ സേഫ്റ്റി റെഗുലേഷൻസ് ഉണ്ട്. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇപ്പൊ ഒരു എന്താ പറയാ തീപിടുത്തം ഉണ്ടായി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്താ പറയാ ഫയർ സേഫ്റ്റി, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ സേഫ്റ്റി, അതൊക്കെ എന്താണ് കുറെ സേഫ്റ്റി റെഗുലേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റാഫിംഗ് റെഗുലേഷൻസ് ഉണ്ട്, അതായത് കൃത്യമായിട്ട് യോഗ്യതയുള്ള ആളുകളായിരിക്കണം അവിടെ വർക്ക് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതുപോലെ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ പിന്നെ അവർക്ക് ആ സർട്ടിഫിക്കേഷൻ അക്രഡിറ്റേഷൻ ഒന്നും കിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള മേജർ റൂൾസുകൾ, റെഗുലേഷൻസ്, നടപടിക്രമങ്ങളൊക്കെ കൃത്യമായിട്ട് മാപ്പ് ഔട്ട് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതും അഡ്മിനിസ്ട്രേറ്ററുടെ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അടുത്തത് make sure that the rules formulated are in with the hospital's policies. ഇനി ഈ ഫോർമുലേറ്റ് ചെയ്ത റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം തന്നെ ഹോസ്പിറ്റലിന്റെ നയങ്ങളിൽ ഉണ്ടെന്ന് ഉറപ്പാക്കണം. വെറുതെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരാ, അത് എവിടെ പാലിക്കപ്പെടണം, ഹോസ്പിറ്റലിന്റെ പോളിസികളിൽ ഉണ്ടായിരിക്കണം. മനസ്സിലായോ? ഇപ്പൊ ചിലയിടത്ത് നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ, നിയമങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ എത്രത്തോളം ആ നിയമം ആളുകൾക്ക് സംരക്ഷിക്കപ്പെടുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് സംശയമാണ്. നിയമങ്ങൾ ഉണ്ടല്ലേ, എല്ലാത്തിനും നിയമങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അതുപോലെ തന്നെ പാലിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഫോർമുലേറ്റ് ചെയ്ത എല്ലാ റൂൾസുകളും എവിടെ ഉണ്ടെന്ന് ഉറപ്പാക്കണം, ഹോസ്പിറ്റൽ പോളിസികളിൽ ഉണ്ടെന്ന് ഉറപ്പാക്കണം. ഓക്കെ, ഇതാണ് ഇവിടെ പറയുന്നത്. അടുത്തത് എന്താണ്, ഈസ് അക്കൗണ്ടബിൾ ഫോർ
ഗുഡ് എംപ്ലോയർ-എംപ്ലോയി റിലേഷൻ. എംപ്ലോയർ ആരാണ്? തൊഴിലുടമയാണ് അല്ലെ. എംപ്ലോയി അറിയാലോ, ജീവനക്കാരൻ. അപ്പൊ ഈ പറയുന്ന എംപ്ലോയറും എംപ്ലോയീസും തമ്മിലുള്ള ആ ഒരു നല്ല റിലേഷൻ കീപ്പ് ചെയ്യുക എന്നുള്ളതും ആരുടെ ഫംഗ്ഷൻ ആണ്? അഡ്മിനിസ്ട്രേറ്ററുടെ ആണ്. കറക്റ്റ് ആയിട്ട് സുഷ, തൊഴിലുടമേനെയാണ് എംപ്ലോയർ എന്ന് പറയുന്നത് കേട്ടോ. എംപ്ലോയറും എംപ്ലോയീസും തമ്മിലുള്ള നല്ലൊരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കുക, ബിൽഡപ്പ് ചെയ്തെടുക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഉണ്ട്. ഓക്കെ, അടുത്തത് എന്താണ്? വർക്ക്സ് അറ്റൻറ്റീവ്ലി വിത്ത് അതർ എക്സിക്യൂട്ടീവ്സ് ഇൻ ദ ഹോസ്പിറ്റൽ ലൈക്ക് ദ മെഡിക്കൽ സൂപ്രണ്ട്, നഴ്സിംഗ് സൂപ്രണ്ട് എക്സെട്ര. അതായത് ഈ പറയുന്ന മെഡിക്കൽ സൂപ്രണ്ടുമാര്, നഴ്സിംഗ് സൂപ്രണ്ടുമാര്, അങ്ങനെയുള്ള ഹോസ്പിറ്റലിലെ മറ്റ് എക്സിക്യൂട്ടീവുകളുമായിട്ട് വളരെ എന്താ പറയാ ശ്രദ്ധയോടുകൂടി അവരുടെ ഒപ്പം പ്രവർത്തിക്കുക എന്നുള്ളത് അഡ്മിനിസ്ട്രേറ്ററുടെ ഫംഗ്ഷൻ ആണ്. നമ്മൾ ഇടയ്ക്ക് പറഞ്ഞിരുന്നു, ഇവരെന്ന് പറഞ്ഞ് എല്ലാവരുമായിട്ട് ഡീൽ ചെയ്യുന്ന വ്യക്തികളാണ് അല്ലെ. ഗവേണിംഗ് ബോഡീസ് ആയിട്ട് ഡീലിങ്സ് വരുന്നുണ്ട്, മെഡിക്കൽ സ്റ്റാഫുകൾ, നഴ്സിംഗ് സ്റ്റാഫുകള്, ചില അഡ്മിനിസ്ട്രേറ്റർമാർക്ക് പേഷ്യൻസ് ആയിട്ടും എന്ത് വരുന്നുണ്ട്? സമ്പർക്കം വരുന്നുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും ഒരു ഇന്റർമീഡിയറ്റ് എന്നുള്ള രീതിയിൽ ഇവരുടെ എല്ലാവരുടെ ഇടയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്? മേക്ക് ഷുവർ ദാറ്റ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ഫങ്ഷൻസ് ഇൻ എ സ്മൂത്ത് ആൻഡ് എഫിഷ്യന്റ് മാനർ. അത് മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സുകളും വളരെ സ്മൂത്ത് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും കാര്യക്ഷമമായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ്. ഡിപ്പാർട്ട്മെന്റുകളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ, അത് തന്നെയാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെന്താണ്? ആക്ട് ആസ് ആൻ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഒരു ഔദ്യോഗിക പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുക. അതൊക്കെ നമ്മൾ ആ റോൾസിനകത്ത് പറഞ്ഞിരുന്നു. ഫിഗർ ഹെഡ് റോള്, ലേസൺ റോൾ എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മള്. അങ്ങനത്തെ ഒരു എന്താണ് സ്പോക്സ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ല. അത് ഇത് തന്നെയാണ്. ആക്ട് ആസ് ആൻ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഒരു ഔദ്യോഗിക പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുക കേട്ടോ. പിന്നെന്താണ്? സബ്മിറ്റ് ദ ആനുവൽ റിപ്പോർട്ട് ടു ദ ഗവേണിംഗ് ബോഡി. അതായത് ഗവേണിംഗ് ബോഡി അല്ലെ, ഭരിക്കുന്ന അല്ലെ, അതായത് മാനേജ്മെന്റിന് എന്ത് ചെയ്യുക? ആനുവൽ റിപ്പോർട്ടുകൾ അത് കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യുക. നമ്മൾ പോസ്റ്റ് കോർപ്പ് പഠിച്ചപ്പോൾ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ് പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു റിപ്പോർട്ട് ആക്കിയിട്ട് മാനേജ്മെന്റിന് പ്രൊവൈഡ് ചെയ്യണം അല്ലെ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ഗവേണിംഗ് ബോഡീസിന് വാർഷിക റിപ്പോർട്ടുകളൊക്കെ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ഫംഗ്ഷൻ ആണ്. അതുപോലെ തന്നെ ഡൊണേറ്റ് ടു ഡിവൈസിംഗ് ദ ആനുവൽ ബഡ്ജറ്റ്സ്. അതായത് ആ ഒരു എന്താ പറയാ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട വാർഷിക ബജറ്റുകളൊക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സംഭാവനകൾ ചെയ്യുക. അതായത് ഫിനാൻസ് കാര്യങ്ങളൊക്കെ കഴിയാൻ ബജറ്റുകൾ തയ്യാറാക്കുക അല്ലെ. എത്രത്തോളം വരുമാനം വരുന്നുണ്ട്, എത്രത്തോളം ചെലവുകൾ പ്രതീക്ഷിക്കാം എന്നുള്ള ആ ഒരു ബജറ്റുകളൊക്കെ തയ്യാറാക്കി അതിന് വേണ്ട കോൺട്രിബ്യൂഷൻസ് ഒക്കെ ആസ് എൻ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള രീതിയിൽ അവര് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഫംഗ്ഷൻ ഒന്നും പുതിയതൊന്നും അല്ല, ഒക്കെ നേരത്തെ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെ തിരിച്ചു മറിച്ച് എഴുതിയേക്കുന്നത് മാത്രം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഏതെങ്കിലും പോയിന്റ് മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അടുത്തതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ഇഫക്റ്റീവ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ കേട്ടോ. അതായത് ഒരു എന്താ പറയുക ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? അപ്പൊ നിങ്ങളൊരു നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ആണ് എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തത് എന്തൊക്കെ കാര്യങ്ങള് നോട്ട് ചെയ്തിട്ടായിരിക്കും എന്നുള്ളത് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും ഏബിൾ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ പ്രത്യേകതകളാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്? ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് അറിയാമോ? മസ്റ്റ് ഷോ ദ കോമ്പിറ്റൻസ് അറ്റ് വർക്ക്. മസ്റ്റ് ഷോ ദ കോമ്പിറ്റൻസ് അറ്റ് വർക്ക്. അത് അവരുടെ ജോലിയിൽ അവരെപ്പോഴും എന്താണ്? കഴിവ് തെളിയിച്ചിരിക്കുക. അവരുടെ ജോലികൾ അവര് നല്ല എന്താ പറയാ നല്ല രീതിയിൽ അവര് പ്രവർത്തിക്കും. വളരെ കോമ്പീറ്റന്റ് ആയിട്ട് തന്നെ അവരവരുടെ വർക്കുകൾ ചെയ്യും അല്ലെ. ജോലിയിൽ അവരവരുടെ കഴിവ് കാണിച്ചിരിക്കും അല്ലെ. എന്ത് ജോലിയാണ് അവർ ചെയ്യുന്നത് അതിൽ ഏറ്റവും നന്നായിട്ട് തന്നെ അവർ പെർഫോം ചെയ്യും. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ്? മസ്റ്റ് ബി സെൻസിറ്റീവ് to the organizations and the staff's problems and the requirements. അവിടുത്തെ സ്റ്റാഫുകളുടെയും അതുപോലെ തന്നെ ആ ഒരു ഓർഗനൈസേഷന്റെയും പ്രശ്നങ്ങള്, ആവശ്യകതകള് അതിലൊക്കെ എന്തായിരിക്കും വളരെ സെൻസിറ്റീവ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? അത്തരം കാര്യങ്ങളിൽ അവർ കുറേയും കൂടെ എന്തായിരിക്കും? വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടായിരിക്കും ചെയ്യുക. അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഓർഗനൈസേഷൻ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവിടെയുള്ള ജീവനക്കാര് അവരുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങള് അവരുടെ ആവശ്യകതകളിലൊക്കെ അവർ വളരെ സെൻസിറ്റീവ് ആയിട്ട് പെരുമാറും. അതിനൊക്കെ വേണ്ടത്ര പ്രാധാന്യം കൊടുത്ത് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ആര്? അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, പിന്നെന്താണ്? ഹാസ് ദ കപ്പാസിറ്റി. അതന്നെ, കോൺസെൻട്രേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യും. കറക്റ്റ് ആണ് സാധ്യത.
അടുത്തത് എന്താണ്? ഹാസ് ദ കപ്പാസിറ്റി ടു ഫോർസീ ആൻഡ് പ്ലാൻ. അതായത് മുൻകൂട്ടി നമ്മൾ കാര്യങ്ങളെ കാണാനും പ്ലാൻ ചെയ്യാനും ഉള്ളൊരു കഴിവുണ്ടായിരിക്കും. അത് വേണം അല്ലെ? അതായത് എല്ലാം മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവ് എപ്പോഴും ഉണ്ടായിരിക്കണം. അതാണ് അവിടെ പറയുന്നത്. ഹി ഹാസ് ദ കപ്പാസിറ്റി ടു ഫോർസീ ആൻഡ് പ്ലാൻ. കാര്യങ്ങളെ മുൻകൂട്ടി കാണാനും പ്ലാൻ ചെയ്യാനൊക്കെ ഉള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ എന്താണ്? ഹാസ് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ദ ന്യൂ ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ്. നമ്മൾ എന്റർപ്രണർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിരുന്നു റോൾസിനകത്ത്. അത് തന്നെയാണ് അവിടെ പറയുന്നത്. പുതിയ പുതിയ ആശയങ്ങൾ അല്ലെ, അത്തരം ആശയങ്ങളെ ഉണ്ടാക്കാൻ കൊണ്ടുവരാനുള്ള ഒരു എബിലിറ്റി അവർക്ക് ഉണ്ടായിരിക്കും. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിച്ചിട്ട് ആ ഒരു ഓർഗനൈസേഷന്റെ റെപ്യൂട്ടേഷൻ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള പുതിയ ആശയങ്ങളെ, ഐഡിയാസിനെ കൊണ്ടുവരാനായിട്ട് കഴിവുള്ള ആളായിരിക്കും. അത്തരം കഴിവ് അവർ കാണിച്ചിരിക്കും. പിന്നെ എന്താണ്? ഹാസ് ദ കപ്പാസിറ്റി ടു കോർഡിനേറ്റ്, ഓർഗനൈസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദ റിസോഴ്സസ്. അതുപോലെ നമ്മൾ ഓർഗനൈസിങ് പഠിച്ചില്ലേ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ആ ഒരു ഹോസ്പിറ്റലിൽ ലഭ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളെയും കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്ത്, ഓർഗനൈസ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ആർക്കുണ്ടായിരിക്കും? അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടായിരിക്കും. അവിടുത്തെ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹോസ്പിറ്റലിന്റെ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ ജീവനക്കാര്, അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ അല്ലെ, അതൊക്കെ എന്താണ്? ആ ഒരു ഹോസ്പിറ്റലിന്റെ റിസോഴ്സസുകളാണ്, ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത്തരം റിസോഴ്സുകളെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത്, ഓർഗനൈസ് ചെയ്ത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തൊക്കെ പ്രവർത്തിക്കുക എന്നുള്ളതും ആരുടെ കഴിവായിരിക്കും? അഡ്മിനിസ്ട്രേറ്ററുടെ കഴിവില് പെടുന്നതാണ് അല്ലെ. നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് അവര് ചെയ്തിരിക്കും. ഓക്കെ, പിന്നെന്താണ്? മസ്റ്റ് ബി ഏബിൾ ടു ഡെലിഗേറ്റ് ദ വർക്ക് ആൻഡ് മേക്ക് എഫിഷ്യന്റ് യൂസ് ഓഫ് ഹിസ് ഓർ ഹെർ ഓൺ ടൈം. എന്താണ് പറയുന്നത്? അതായത് അവരുടെ ജോലി വളരെ ഡെലിഗേറ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും. ഡെലിഗേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? നല്ല രീതിയിൽ പ്രവർത്തനം ചെയ്യുക. അല്ല, എന്ത് ജോലിയാണ് അവർക്ക് കൊടുത്തത് അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ട് അവർ ചെയ്യുക, ഡെലിഗേറ്റ് ചെയ്യുക കേട്ടോ. ആ ഒരു വർക്ക് നല്ല രീതിയിൽ ഡെലിഗേറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ മേക്ക് എഫിഷ്യന്റ് യൂസ് ഓഫ് ഹിസ് ഓർ ഹെർ ഓൺ ടൈം. അവരുടെ സമയം നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യുക അല്ലെ. അതായത് നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാതെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ട് ഓരോ ടൈമിനെ അവര് യൂട്ടിലൈസ് ചെയ്യും. വെറുതെ ഒന്നും ഇരിക്കില്ല. അത് ചെയ്യുന്ന കാര്യങ്ങൾ നെക്സ്റ്റ് ടൈമിൽ എത്രത്തോളം പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെയുള്ള വർക്കുകൾ അവര് നല്ലപോലെ ചെയ്യും. ഓക്കെ, പിന്നെന്താണ്? എബിലിറ്റി ടു പെർസ്യൂഡ് ആൻഡ് ഡെവലപ്പ് പീപ്പിൾ. പെർസ്യൂഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? പ്രചോദിപ്പിക്കുക. എബിലിറ്റി ടു പെർസ്യൂഡ് ആൻഡ് ഡെവലപ്പ് പീപ്പിൾ, അതായത് ആളുകളെ പെർസ്യൂഡ് ചെയ്യാനായിട്ട് എന്ന് വെച്ചാൽ അവര് നല്ല രീതിയിൽ, ആളുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഹോസ്പിറ്റലുമായിട്ട് ഇടപഴകുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കും, പബ്ലിക് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അവിടെയുള്ള ജീവനക്കാര്, ഇവരൊക്കെ അതിനകത്ത് പെടും. അവരെയൊക്കെ നല്ല രീതിയിൽ പെർസ്യൂഡ് ചെയ്യുക, അവരെ നല്ല രീതിയിൽ സ്വാധീനിക്കുക, അവരെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുക. ഇതൊക്കെ എന്താണ്? അഡ്മിനിസ്ട്രേറ്ററുടെ ഫംഗ്ഷൻ. ഒരു നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററുടെ കഴിവുകളിൽ പെടുന്നതാണ്. എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ ഡീൽ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കണം. ജീവനക്കാരായിക്കോട്ടെ, പേഷ്യൻസ് ആയിക്കോട്ടെ, പബ്ലിക് ആയിക്കോട്ടെ, എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം പെരുമാറാനായിട്ട്. അല്ലെങ്കിൽ അത്തരം രീതിയിൽ അവർ പെരുമാറുള്ളൂ. നമ്മൾ പറയുന്നത് ഒരു നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററുടെ ക്വാളിറ്റീസ് ആണ് കേട്ടോ നമ്മൾ ഈ പറയുന്നത്. അടുത്തത് എന്താണ്? ഹി ഷുഡ് ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. യെസ്, നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം അല്ലെ. നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുന്ന ആളുകളായിരിക്കണം ആര്? അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ അവരുടെ കഴിവുകളാണ്, പ്രത്യേകതകളാണ്. എങ്ങനെ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർ എന്തൊക്കെയാണ്? മസ്റ്റ് ഷോ ദ കോമ്പീറ്റൻസ് അറ്റ് വർക്ക്, വെരി സെൻസിറ്റീവ് ടു ഓർഗനൈസേഷൻ സ്റ്റാഫ്സ് ആൻഡ് പ്രോബ്ലംസ്, ഹാസ് ദ കപ്പാസിറ്റി ടു ഫോർസീ. കാര്യങ്ങൾ മുൻകൂട്ടി കാണാനായിട്ട് സാധിക്കും, പുതിയ ആശയങ്ങൾ കൊണ്ടുവരും, ലഭ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കും, ചെയ്യുന്ന വർക്കിൽ ഡെലിഗേറ്റ് ആയിട്ട് അവരുടെ വർക്ക് ചെയ്യും, അവരുടെ സമയത്ത് അവരെ നല്ല എഫിഷ്യന്റ് ആയിട്ട് അവരെ യൂട്ടിലൈസ് ചെയ്യും, അതുപോലെ ആളുകളെ പ്രചോദിപ്പിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്ത് നല്ല രീതിയിൽ അവരായിട്ട് പ്രവർത്തിക്കും, അതുപോലെ തന്നെ നല്ലൊരു കമ്മ്യൂണിക്കേറ്ററും ആയിരിക്കും. ഇതൊക്കെ നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് വണ്ണിലേക്ക് നമ്മൾ പോവാണ്. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ്. ആരാണ് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ്? എന്തുകൊണ്ടാണ് അവിടെ ഒരു ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വന്നത് എന്നൊക്കെ ചിന്ത. നമ്മൾ ഇത്രയും നേരം അഡ്മിനിസ്ട്രേറ്ററിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് ഒരു പ്രാധാന്യം ഒന്നുകൊണ്ടുമല്ല, നമ്മളുടെ ഒരു ഓർഗനൈസേഷൻ, പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റലിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിലനിർത്തുന്നതിൽ ഒരു ക്രൂഷ്യൽ റോള് വഹിക്കുന്ന ഒരു വ്യക്തിയാണ് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ അവരെ സംബന്ധിച്ച് അവരുടെ കോൺട്രിബ്യൂഷൻസ് ബിഹൈൻഡ് ദ സീൻ ആണ്.
വെച്ച് കഴിഞ്ഞാല് നമ്മൾ അവരുടെ കോൺട്രിബ്യൂഷൻ അധികം വിസിബിൾ അല്ലാതെ നമ്മൾ കാണാറില്ല, പക്ഷെ അവർ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണ്. അവർ ശരിക്കും പറഞ്ഞ ബിഹൈൻഡ് ദ സ്ക്രീനാണ്, എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിന്റെ ഒരു ബാക്കെൻഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ അവരുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരാളെ കുറിച്ച് അവിടെ പ്രത്യേകമായിട്ട് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. അതെ, ബാക്ക് ബോർഡാണ്. പക്ഷെ നമ്മള് പൊതുവെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർമാരെ നേരിട്ട് കാണുന്നു, നഴ്സുമാരെ കാണുന്നു, മറ്റു മെഡിക്കൽ സ്റ്റാഫുകൾ, അവരൊക്കെ ആയിട്ടാണ് നമുക്ക് നേരിട്ട് സമ്പർക്കം വരുന്നത് അല്ലെ. അതേസമയം ബിൽഡിംഗ് സ്റ്റാഫുകളെ ആരും അധികം മൈൻഡ് ചെയ്യാറില്ല എന്ന് തോന്നുന്നു. പക്ഷെ എന്നിരുന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ റോള് വഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിനെ കുറിച്ച് അവിടെ എഴുതി വെച്ചിരുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാതെ. Billing specialist centers on preparing the bills and invoices, maintaining financial records, looking over contracts, and updating databases as the requirements. ചിലപ്പോൾ ചോദിക്കാം ഡാഷ് സെന്റേഴ്സ് ഓൺ പ്രിപ്പയറിംഗ് ബിൽസ് ആൻഡ് ഇൻവോയ്സസ്. ആരാണ് ബില്ലുകളും ഇൻവോയ്സസ് അല്ലെ, നമ്മൾ ഈ ബുക്സ് ഒക്കെ അയക്കുന്നതിന്റെ കണക്കും കാര്യങ്ങളും അല്ലെ, അതിനാണ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരം ബില്ലും ഇൻവോയ്സും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റുകളാണ് അല്ലെ. അവരെന്ന് പറഞ്ഞ എന്താണ്? മെയിൻറ്റെയിനിങ് ദ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് അല്ലെ, ഫിനാൻഷ്യൽ റെക്കോർഡ്സുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും, ലുക്കിംഗ് ഓവർ ദ കോൺട്രാക്ട്സ് അല്ലെ, പുതിയ കരാറുകൾ നോക്കുന്നതും, ആൻഡ് അപ്ഡേറ്റിംഗ് ദ ഡാറ്റാബേസസ് ആസ് റിക്വയർമെന്റ്സ്. അതായത് വരുന്ന വിവരങ്ങൾ കൃത്യമായിട്ടും എന്താണ് ഡാറ്റാബേസ് കമ്പ്യൂട്ടറിൽ നമ്മൾ ഈ വിവരങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പൊ അത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അല്ലെ, അപ്ഡേറ്റിംഗ് ദ ഡാറ്റാബേസസ് ആസ് ദ റിക്വയർമെന്റ്സ്. അവിടുത്തെ എല്ലാ റിക്വയർമെന്റ്സുകളും ആവശ്യകതകളും അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് ഡാറ്റാബേസിനകത്ത് ആക്കുന്നതൊക്കെ ആരാണ്? ഈ പറയുന്ന ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. ഇനി നോക്കിയേ, the job also necessitates seeing to it that all the information is entered correctly and making the financial reports. അപ്പൊ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ ആ ഒരു ജോലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ all the information is entered correctly and making financial reports. എല്ലാ ഇൻഫർമേഷൻസും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? എൻറ്റർ ചെയ്യണം. എൻറ്റർ ചെയ്യുക മാത്രമല്ല ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കണം. അതൊക്കെ ഈ ജോലിയുടെ ഭാഗമാണ് കേട്ടോ, ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ ജോലിയുടെ ഭാഗമാണ്. പിന്നെന്താണ്? while their role is often overlooked owing to its vacant nature, billing clerks provide valuable support to clinicians in that they support the providers to get paid for the services rendered. നമ്മൾ ഈ പറഞ്ഞ പോയിന്റ് ആണ്. അതായത് നമ്മള് ഇവരെന്ന് പറഞ്ഞ ബാക്കെൻഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അവരുടെ ആ ജോലിയുടെ നേച്ചർ അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവർ അധികം ആരും ശ്രദ്ധിക്കപ്പെടാറില്ല, അധികം ആരും വിസിബിൾ അല്ല. പക്ഷെ എങ്കിൽ കൂടിയും എന്താണ് അവരെന്ന് പറയുന്നത്? വാല്യുബിൾ സപ്പോർട്ട് ടു ക്ലിനിഷ്യൻസ്. ഡോക്ടർമാർക്ക് വരെ ഏറ്റവും വലിയ പിന്തുണ കൊടുക്കുന്ന ഒരു വിഭാഗമാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് they support the providers to get paid for services rendered. ഈ ഡോക്ടർമാരൊക്കെ കൊടുക്കുന്ന സേവനങ്ങൾക്ക് അല്ലെ, അവർക്ക് പണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ പിന്തുണയ്ക്കുന്ന ശരിക്കും ആരാണ്? ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റുകളാണ് അല്ലെ. കാര്യം അവര് മരുന്ന് എഴുതി കൊടുക്കുന്നത് മാത്രമല്ല, അത് കൃത്യമായിട്ട് ബില്ല് ചെയ്ത് ഇൻഷുറൻസോ ക്ലെയിമുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന്റെ പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്ത് ഒക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ആരാണ്? ഒരു ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പൊ ആ രീതിയിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഡോക്ടേഴ്സിനും വലിയ പിന്തുണ സപ്പോർട്ട് അവർ കൊടുക്കുന്നുണ്ട്. ഇതാണ് അവിടെ പറയുന്നത് കേട്ടോ. They are expected to understand the claims submission and the reimbursement protocols for both the government and private insurers. അതായത് ഈ പറയുന്ന ഗവൺമെന്റ് പ്രൈവറ്റ് ഇൻഷുറർമാരൊക്കെ ഉണ്ടായിരിക്കും, ഇൻഷുറൻസ് ഉണ്ടായിരിക്കും, കമ്പനികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ ക്ലെയിം സബ്മിറ്റ് ചെയ്യുക, റീഇംബേഴ്സ്മെന്റ് പ്രോട്ടോകോൾ. ചിലത് നമ്മൾ പൈസ അവിടെ അടയ്ക്കണം, ട്രീറ്റ്മെന്റ് പിന്നീട് നമുക്കത് റീഇംബേഴ്സ് ചെയ്ത് കിട്ടും. ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ചെലവാക്കിയ പൈസ നമുക്ക് തിരിച്ചതുപോലെ തന്നെ കിട്ടും. അതാണ് റീഇംബേഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ റീഇംബേഴ്സ്മെന്റ് പ്രോട്ടോകോൾസുകളൊക്കെ അങ്ങനെയുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നതും ക്ലെയിമുകളൊക്കെ സബ്മിറ്റ് ചെയ്യാനായിട്ടും ആര് സഹായിക്കുന്നുണ്ട്? ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റുകൾ സഹായിക്കുന്നുണ്ട്. ഓക്കെ. Billing clerks are also offer important insight into a hospital or clinic's complaints efforts and responsibilities. അത് മാത്രമല്ല ഈ ബില്ലിങ്ങിൽ വരുന്ന എന്താ പറയുക റൂൾസ് ആൻഡ് റെഗുലേഷൻസുകൾ അല്ലെ, അതെല്ലാം തന്നെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതും ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റുകളാണ് കേട്ടോ. എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനൊരു വിഭാഗം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരെന്ന് പറഞ്ഞാൽ ആ ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിലനിർത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക്
ഉപയോഗിക്കുന്ന ഒരു വിഭാഗമാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ അവർ ബാക്കിന്റെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒന്നും നമുക്കധികം വിസിബിൾ അല്ല. പക്ഷെ അവർക്ക് വളരെ ക്രൂഷ്യൽ റോള് വഹിക്കുന്ന ഒരു വ്യക്തികളാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ, ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഇത് വലിയ കുഴപ്പമില്ലാത്ത ചാപ്റ്റർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹോസ്പിറ്റൽ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞ പോയിന്റുകളൊക്കെ സെയിം ആണ്, ഒന്നും പുതിയതായിട്ടൊന്നുമില്ല. മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ ആ വാക്ക് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത് എന്നുള്ളത് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ 2 ഡെഫിനിഷൻസ് നമ്മൾ പറഞ്ഞു, ഹെർബർട്ട് സൈമണിന്റെയും അതുപോലെ ആയിരുന്നു ലൂതർ റിലിക്കിന്റെ 2 ഡെഫിനിഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ആ പോസ്റ്റ് കോർബ് അത് വളരെ ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഒരു അഡ്മിനിസ്ട്രേഷന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ്, പോസ്റ്റ് കോർബ് നോർത്താൽ മതി. അതിൽ പി എന്താണ്, ഒ എന്താണ്, എസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് റോളുകൾ എന്തൊക്കെയാണ്. അപ്പൊ 3 റോള് നമ്മൾ പറഞ്ഞല്ലോ, ഇന്റർപേഴ്സണൽ റോള്, മറ്റേ ഇൻഫർമേഷൻ റോള്, ഡിസിഷണൽ റൂൾസ്. അതിന്റെ ഓരോ വിഭാഗം അത് തന്നെയാണ് ഓരോ സെന്റൻസുകളായിട്ട് ഫങ്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ എന്തൊക്കെ സ്കില്ലുകൾ വേണം, അതുപോലെ അഡ്മിനിസ്ട്രേറ്ററുടെ സാധാരണയുള്ള ഫങ്ഷൻസ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി താഴെ തന്നിരിക്കുന്നവയില് അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടിയിൽ പെടുന്നത് ഏത് എന്നൊക്കെ ചോദിക്കും കേട്ടോ. എന്താണ് സിലബസ്, ഇത് എത്രാമത്തെ ചാപ്റ്റർ? ഓക്കെ, ഒരു വലിയ മെസ്സേജ് വന്നു, എനിക്കത് ഫുള്ള് വായിക്കാനായിട്ട് പറ്റിയില്ല. ഔട്ട് ഓഫ് സിലബസിന്റെ എന്തോ കാര്യം എന്തോ ചോദിച്ചപ്പോഴേ അതെനിക്ക് മനസ്സിലായില്ല കേട്ടോ. അഡ്മിനിസ്ട്രേറ്റർ ജോബുകൾ കേട്ടോ, എവിടെയൊക്കെ അവർക്ക് വർക്ക് ലഭിക്കാം, എന്തൊക്കെ റോളുകൾ അവർക്ക് പൊസസ് ചെയ്യാം, എന്തൊക്കെ ഫങ്ഷൻസ് ആണെന്ന്. ഇനി നമുക്ക് ഇതോടുകൂടി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പൊ നമുക്കൊരു പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം കേട്ടോ. ഏതാണെന്നറിയോ പുതിയ ചാപ്റ്ററിനെ നമ്മൾ തുടങ്ങാൻ പോകുന്നത്? ഓക്കെ, ശരി ശരി. ഓക്കെ, അപ്പൊ നമ്മള് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ആ ഒരു ചാപ്റ്റർ നമ്മുടെ അവസാനിക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് അതിനകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ചോദിക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പുതിയ ചാപ്റ്റർ ഇതാണ് മെഡിക്കൽ ഇൻഷുറൻസ് കേട്ടോ. എവിടെയാണെന്ന് അറിയാമോ? 4th മൊഡ്യൂളിലെ ചാപ്റ്റർ ആണ് കേട്ടോ. 4th മൊഡ്യൂളിലെ ചാപ്റ്റർ ആണ്. 4th മൊഡ്യൂളിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടാണ് കിടക്കുന്നത്. നിങ്ങളുടെ എത്രാമത്തെ ചാപ്റ്റർ ആണ് മെഡിക്കൽ ഇൻഷുറൻസ്? ഒന്ന് മെൻഷൻ ചെയ്യാമോ? മെഡിക്കൽ ഇൻഷുറൻസ് എത്രാമത്തെ ചാപ്റ്റർ ആണെന്ന് ഒന്ന് നോക്കാമോ? 16 അല്ലെ? ഓക്കെ 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 ഓക്കെ. അപ്പൊ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. നമ്മള് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇത് വരുന്നത് 4th മൊഡ്യൂളിലാണ് ഈ ഒരു ചാപ്റ്റർ വരുന്നത് കേട്ടോ. ഓക്കെ, ഇന്നത്തെ ചാപ്റ്റർ 1 ആയിട്ടാണ് കിടക്കുന്നത്. മെഡിക്കൽ ഇൻഷുറൻസ് കേട്ടോ. അതാണ് മെഡിക്കൽ ഇൻഷുറൻസ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് ആദ്യത്തെ ആ ഒരു ഇത് മാത്രം നമുക്കൊന്ന് വായിച്ച് പറഞ്ഞു നിർത്താം കേട്ടോ. കുഴപ്പമില്ലല്ലോ, പറയട്ടെ. മെഡിക്കൽ ഇൻഷുറൻസ് കേട്ടോ. ഇത് കുറച്ച് വലിയൊരു ചാപ്റ്റർ ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ടേംസ് എന്താണെന്നാണ് പറയുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് മീൻസ് യുവർ മെഡിക്കൽ എക്സ്പെൻസസ് കോസ്ഡ് ബൈ ഡിസീസസ് ആൻഡ് ആക്സിഡൻസ്. അതായത് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ ആക്സിഡൻസുകളോ ഒക്കെ വരുമ്പോൾ അതിന്റെ ചികിത്സാ ചെലവുകളൊക്കെ എന്താണ് വഹിക്കുന്നതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇന്നിപ്പോ എല്ലാവരും എന്താണ് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കും. മിക്കവർക്കും എന്തുണ്ടായിരിക്കും? ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കും.
അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാല്? ഹെൽത്ത് ഇൻഷുറൻസ് മീൻസ് യുവർ മെഡിക്കൽ എക്സ്പെൻസസ് കോസ്ഡ് ബൈ ഡിസീസസ് ആൻഡ് ആക്സിഡൻസ്. അതായത് നമുക്ക് എന്താ പറയുക, രോഗം മൂലം അല്ലെങ്കിൽ ആക്സിഡന്റ് മൂലം ഉണ്ടാകുന്ന ചികിത്സാ ചെലവുകൾക്കൊക്കെ വഹിക്കുന്ന എന്താണ് മീറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണിത് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. എത്രയും മതി, ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചെന്ന് മാത്രം കേട്ടോ. ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. എന്താണ് സാധ്യത? അല്ലെ മോളെ, ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ വേറൊന്നും അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ ബില്ലുകളൊക്കെ തയ്യാറാക്കൂലേ? അതായത് നമ്മുടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ബില്ലുകള്, ഇൻവോയ്സുകള് അതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചരക്കുകളൊക്കെ നടത്തുക, അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്ന ഒരു സ്റ്റാഫാണിത് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ബാക്ക് എൻഡിൽ വെച്ച് അവരെ നമ്മൾ അധികം പ്രാധാന്യത്തിലാണ്, അവരുടെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ അധികം കാണാറില്ല. പക്ഷെ ഒരു ഓർഗനൈസേഷന്റെ ആ ഒരു സാമ്പത്തിക അടിത്തറ നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന വ്യക്തികളാണ് ആര്? ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ പേഷ്യൻസിന്റെ എന്താ പറയാ ക്ലെയിമുകളൊക്കെ, ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ സബ്മിറ്റ് ചെയ്യുക, അതിന്റെ പ്രോട്ടോകോൾസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ഒരു ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ജസ്റ്റ് അങ്ങനെ പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇതാരാണ്? സിഒഒ. സിഒഒ എന്ന് പറഞ്ഞ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആണ് കേട്ടോ. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓപ്പറേഷൻസ് ആണ്, അതായത് ഡേ ടു ഡേ ഓപ്പറേഷൻസ്, ഹോസ്പിറ്റലിലെ ഡേ ടു ഡേ ഓപ്പറേഷൻസുകൾക്കെല്ലാം മേൽനോട്ടം വഹിക്കുന്ന വ്യക്തിയാണ് കേട്ടോ സിഒഒ എന്ന് പറയുന്നത്, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ. സിഇഒ എന്ന് പറഞ്ഞ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അദ്ദേഹം എന്ന് പറഞ്ഞ ഏറ്റവും ടോപ്പ് അഡ്മിനിസ്ട്രേറ്റർ. ആ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടം വഹിക്കുന്നത്, ബഡ്ജറ്റിംഗ്, പ്ലാനിങ്, ലോസ് ആൻഡ് റെഗുലേഷൻസ്, എല്ലാ കാര്യങ്ങളിലും ചെയ്യുന്നത് സിഇഒ ആണ്. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ എന്ന് പറയുമ്പോൾ ഡേ ടു ഡേ പ്രവർത്തനങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കുന്ന വ്യക്തിയാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ? വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ഇല്ലാന്ന് വിചാരിക്കുന്നു കേട്ടോ. ശരി, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.